AR മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഒരു കഥ പറയും നേരം എന്നുള്ളതിൻ്റെ ക്രൂ മെമ്പേഴ്സാണ്. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? അറ്റം മുതലേ ഒന്ന് പരിചയപ്പെടുത്തുമോ? സാർ പരിചയപ്പെടുത്തുക. ആരാ സാറിന്? എൻ്റെ പേര് മധുസൂദൻ മാവേലിക്കര, ഫിലിം പ്രൊഡ്യൂസറാണ് നമ്മുടെ സാർ വരുന്നത്. പ്രൊഡ്യൂസറാണ്. ഓക്കെ. എന്റെ പേര് സീമാജി നായർ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോ എന്റെ പേര് റോഷ്നി മധു. ഈ സിനിമയിൽ ഞാൻ നായികയായിട്ടാണ് റോൾ. അല്ല, അതിന്റെ ഇടയിൽ ഒന്നും കൂടെ പറയാനുണ്ട്. മധുവേട്ടന്റെ മോളാണ് റോഷിനി. മധു ആരാന്നുള്ളൊരു ചോദ്യം. മധു എവിടെയോ ഒരു പരിചയം ഉണ്ടല്ലോ, രണ്ട് മധു ആവുന്നുണ്ട്. അപ്പോ റോൺ സ്ക്രിപ്റ്റാണ്, എല്ലാം ഓൾ ഇൻ ഓൾ ആണ് ചെയ്യുന്നത്. ഓൾ ഇൻ ഓൾ എല്ലാ മേഖലയിലും എല്ലാം ചെയ്യുന്നുണ്ട്. അതെ, നായകനും കൂടിയാണ്. അപ്പൊ നമുക്ക് സിനിമയിലെ വിശേഷങ്ങളിലേക്ക് വരാം. സീമ ചേച്ചി സിനിമയിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? അത് മധുവേട്ടന്റെ ഫാമിലി ആയിട്ട് എനിക്ക് ഒരുപാട് വർഷത്തിന് റോഷ്നി വളരെ കുഞ്ഞായിരുന്നപ്പോ മുതല് എനിക്ക് ഈ കുടുംബമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഒരുപാട് ബന്ധമുണ്ട്. കാരണം അവിടുത്തെ എന്ത് കാര്യങ്ങൾക്കും പോവാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ മധുവേട്ടനൊക്കെ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത പടം, അതായത് ഞാൻ അഭിനയിച്ച പടം വാസ്തവമാണ് അല്ലെ മധുവേട്ട? വാസ്തവം. അത് പൃഥ്വിരാജൊക്കെ അഭിനയിച്ച പടം. അതിൽ പൃഥ്വിയുടെ പെങ്ങളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ ഒരുപാട് മൂവി ചെയ്തിട്ടുണ്ട്, ഒരുപാട് മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ആണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം അത് റോഷ്നി എന്റെ മോളായിട്ടാണ് അഭിനയിക്കുന്നത്. മോളെ ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ടു തുടങ്ങിയതാ. എന്റെ മോളെ പോലെയാണ്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ആ ബോണ്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ മോള് അമ്മയായിട്ട് നിങ്ങൾക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആർട്ടിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ സീമയാണ്, ഇത് റോഷനിയാണെന്നുള്ള ഞങ്ങൾ അമ്മയും ഒരു കണക്ഷൻ, ഒരു ബോണ്ടിങ് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ അതില് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമ ഒരു ഇത്ര 6 വർഷത്തെ ഒരു ഗ്യാപ്പ്, അതായത് നമ്മുടെ ഇന്ദ്രചൂടനൊക്കെ ഒരു 6 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയാം, അതൊരു വലിയൊരു ക്രൈസിസ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു കുറെ കാലം ചിലവർ ഇത് ഈ ഗ്യാപ്പിൽ നിർത്തി പോകാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ അതെല്ലാം തരണം ചെയ്തിട്ട് അത് ചെയ്യണം എന്നുണ്ടായ ഒരു മോട്ടിവേഷൻ അത് എവിടെ നിന്നാണ് സാറേ? എവിടെ നിന്നാണ് അത് ഉണ്ടായത് സാറിന്റെ? എന്തൊക്കെയായാലും ഞാൻ ഈ പടം ചെയ്യും എന്നൊരു വാശി വന്നത് എവിടെ നിന്നായിരുന്നു? വെച്ചിട്ടില്ല. എടുത്താലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അവർ ചെയ്യണം. അതുപോലെ തന്നെ ഇത്രയും വേറെ സംഭവം പറയാനുള്ള, ഞാൻ കഥാമൂല്യമുള്ള സിനിമകളാണ് എടുത്തിരിക്കുന്നത്. അതെ. അപ്പൊ അത് ആ ഒരു കഥയിൽ നിന്ന് വേറിട്ട് ഒരിക്കലും ഇതിനകത്ത് വേറെ വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് ഒരാഗ്രഹം. മറ്റു ഇപ്പം വാസ്തവം, പിന്നെ അതുപോലെ അയാൾ, സൂര്യൻ, ഇങ്ങനെയുള്ള പടങ്ങളും മോശമെന്നല്ല മനസ്സിലായി. ഒരു വ്യത്യസ്ത ജോണറിലേക്ക് സാറ് പിടിക്കാനായിട്ടൊന്ന് നോക്കി, വ്യത്യസ്തമായ ചെയ്യാനായിട്ട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. എന്നിട്ട് സാറിന്റെ ഒരു ഈ സിനിമയുടെ ആയിട്ടൊരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കംപ്ലീറ്റ് ആയപ്പോ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു സാറിന്? ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുമോ ആകത്തില്ലയോ? അതാണ് എന്റെ ഒരു ചോദ്യം വന്നായിരുന്നു. കാരണം ഇത് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രളയം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, പ്രളയം തുടങ്ങി കഴിഞ്ഞപ്പോ അന്ന് ഞങ്ങള് പറഞ്ഞാൽ ഭയങ്കര മഴയും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഇവരെല്ലാം പറഞ്ഞ് പോവണ്ട, ഇന്ന് പോവണ്ട, നമുക്ക് നാളെ പോയാൽ മതി. പക്ഷെ ഞാനും എന്റെ കുടുംബവും പിന്നെ വേറൊരു കുടുംബവും കൂടെ, ഞങ്ങള് 2 കുടുംബങ്ങൾ, ഞങ്ങളെ എന്റെ വണ്ടിയില്ല, ഞങ്ങള് തിരിച്ചു. പക്ഷെ തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര വെള്ളം ആയിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് കയറി വരിക മലയാണ്. വണ്ടിയൊക്കെ ഇങ്ങനെ ചരിയും. അത്രയ്ക്കും വെള്ളം ഇങ്ങനെ വന്ന് കയറി വണ്ടിക്കകത്ത് കയറി വണ്ടി അങ്ങ് ഓഫാവുക. ഓഫാക്കി ആകെപ്പാടെ ടെൻഷൻ എനിക്ക്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും പ്രശ്നമാവും, ഇവരും ടെൻഷനാവും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. കുറെ കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി പോകും. അങ്ങനെ വണ്ടിക്കകത്തൊക്കെ വെള്ളമായി, മൊത്തം വെള്ളമായിട്ടും ഒരു ധൈര്യത്തിന്, ധൈര്യം എന്ന് പറയാനും പറ്റത്തില്ല, ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കും. ഒരുപാട് ദുരിതങ്ങൾ ഈ സിനിമയുടെ ബാക്കിൽ ഉണ്ടെന്ന് തന്നെ പറയാം. മെയിൻ റോഡിൽ കയറി കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ബ്ലോക്ക് ആയത്. മലയെല്ലാം കൂടെ ഇടിഞ്ഞ് ഈ റോഡെല്ലാം ബ്ലോക്കായി, വെള്ളം പൊങ്ങി വളരെ ഇതായി. എന്നിട്ട് ഞങ്ങള് അവിടുന്ന് പോകാൻ പറ്റാത്ത കൊണ്ട് പലയിടത്തും ഈ വൃക്ഷങ്ങളൊക്കെ റോഡിലൊക്കെ
വീണതുകൊണ്ട് ഞങ്ങൾ അന്ന് പാലായിലാണ് നമ്മുടെ ഒരു റിലേറ്റീവ്സിന്റെ വീടുണ്ട്. ആ വീട്ടിലാണ് കഴിഞ്ഞിട്ടാണ് ശേഷം പോയതല്ലേ. അങ്ങനെ ഒരുപാട്. പിന്നെ അത് കഴിഞ്ഞപ്പോ കൊറോണ വന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം തുടങ്ങിയത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയുടെ ഒരു യാത്ര തുടർന്നു. പ്രതിസന്ധികളിലൂടെയാണ്. അതെ അതെ. അപ്പോ നമ്മള് രണ്ടുപേരോട് ചോദിക്കാം. അപ്പൊ നിങ്ങള് അമ്മുക്കുട്ടി കോവാലൻ ഈ ഒരു ക്യാരക്ടറാണല്ലോ ഉണ്ടായത്. അമ്മുക്കുട്ടീനോട് തന്നെ ചോദിക്കാം, അമ്മുക്കുട്ടിക്ക് ഇതിനകത്തേക്ക് വരാനായിട്ട് നേരത്തെ റോൾ ആരായിരുന്നു? അമ്മുക്കുട്ടിന്ന് റോള് വെച്ചത് ഒരാൾക്കായിരുന്നല്ലോ, വേറൊരാളല്ലായിരുന്നു കാസ്റ്റ് ആയിരുന്നത്. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരു അനുഭവം എന്തായിരുന്നു? എനിക്ക് കിട്ടിയപ്പോ കോൾ അടിച്ചു അങ്ങനെ ഒരു ഇതായിരുന്നോ? എന്തായിരുന്നു അതിനൊരു ഹാപ്പിനെസ്? ആ റോള് ആഗ്രഹിച്ചിരുന്നോ? കിട്ടിയിരുന്നെങ്കിൽ, എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. എനിക്ക് പറഞ്ഞു വെച്ച റോള് വേറെ റോളായിരുന്നു, എന്റെ ഡിഫറെന്റ് ആയിരുന്നു. അധികം ചെയ്യാനും എനിക്ക് എന്റേതായ ഒരു ടാലന്റ് കാണിക്കാൻ മാത്രം ആ റോളിൽ ഒന്നും ഇല്ലാന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ സന്തോഷമായി. അപ്പൊ കോവാലന്റെ വിശേഷം എന്താണ്? അല്ല, കോവാലൻ എന്താണ് ഇതിനോട് പറയാനുള്ളത്? ഈ ഒരു മൊമെന്റ് വരെ, അതായത് ഈ 7-ാം തീയതി നിങ്ങളുടെ പടം റിലീസ് ആവുകയാണ്. അപ്പൊ നമുക്ക് നമ്മളെ ജനങ്ങളോട്, അതായത് പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാനുള്ളത്? നിങ്ങൾ വന്നാൽ തീർച്ചയായും എൻ്റെ സിനിമയിൽ നിന്ന് ഇന്നൊരു സംഭവം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതെന്താണുള്ളത് നിങ്ങൾക്ക്? ഇത് ഒരു സ്റ്റോറി ബിഹൈൻഡ് ഡെഫ്, ലവ് സ്റ്റോറിയാണ്. പിന്നെ ഒരു ഫാമിലി എലമെന്റ്സ് എല്ലാം കൂടെ ഇതില് ഉണ്ട്. പിന്നെ ഒരു എന്താ പറഞ്ഞ ഒരു ആക്ഷനും സസ്പെൻസും ഒക്കെ എല്ലാം കൂടെ ഈ സിനിമയിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ആരെങ്കിലും അല്ല, എല്ലാ കഥാപാത്രങ്ങളും മനസ്സിലുണ്ടായിരിക്കും. പ്രേക്ഷകരുടെ മനസ്സിൽ ഒന്നും നനയിക്കും ഈ സിനിമ കണ്ടിറങ്ങി തിയേറ്റർ വിട്ടു ഉറപ്പാണ്. കോവാലൻ എന്ന കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കോവാലനാവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടുണ്ടായിരുന്നു. അതായത് കോവാലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഓടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 കാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ചെരുപ്പില്ലാതെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ, ഈ ഓട്ടത്തിലൊക്കെ വരുമ്പോൾ കാല് മുറിയാൻ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ടാവില്ലേ? അതെന്താണ് സംഭവം? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? ശരി, കോവാലൻ എന്ന കഥാപാത്രത്തിന് സിനിമയിൽ ചെരുപ്പില്ല. എന്തെങ്കിലും പ്ലാൻ ചെയ്തായിരുന്നു ചെരുപ്പിട്ട് ചെയ്താൽ മതി? ചെരുപ്പില്ലാതെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതില് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈ ബോട്ടിലൊക്കെ പൊട്ടിട്ട് നമ്മൾ ഓടുന്ന ഷോട്ടിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല. വാക്കിംഗ് എന്ന് പറയുന്നത് സ്പീഡാണ് ഈ കോവൽ നടക്കുന്നത്. അപ്പം ഈ പലപ്പോഴും കാലൊക്കെ മുറിയാറുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പറ്റിയത് എനിക്ക് പല കാട്ട് ഇടവഴിയിലൂടെ ഓടുമ്പോൾ കമ്പുകളും കുപ്പിച്ചില്ലുകളൊക്കെ കാലിൽ കയറി മുറിയാറുണ്ട്. അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അത് എന്തോ ഇങ്ങനെയൊക്കെ നന്നായി വന്നു അല്ലേ? സീമ ചേച്ചി, അപ്പോ നമ്മൾക്ക് സീമ ചേച്ചിനോട് വരാം. സീമ ചേച്ചി, അമ്മ മോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നായിരുന്നല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞു നമ്മള് തമ്മിലൊരു ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ഇതൊരു നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു അമ്മയും മോളുമായിട്ട് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മോളായിട്ട് തന്നെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ഈ 2 കഥാപാത്രങ്ങൾ, നമ്മൾ ചില കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ട് മറന്ന മുഖങ്ങളിൽ, അല്ലെങ്കിൽ നമ്മള് നേരത്തെ പലർക്കും കേട്ട കഥകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ മീഡിയാസുകളിൽ, നമ്മുടെ ന്യൂസുകളിൽ, അല്ലെങ്കിൽ മറ്റു പലയിടത്തും വരുന്ന കഥകളില് ഒരു കഥാപാത്രമാണ് ആക്ച്വലി ഈ പെൺകുട്ടി. അപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും ഒട്ടും സക്സസ് അല്ല. അപ്പൊ അത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലും മകൾക്ക് വേണ്ടി ജീവിക്കുന്ന, അല്ലെ മകളെ പഠിപ്പിക്കണം, മകളെ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. സാധാരണക്കാരന്റെ വീട്ടിലെ അമ്മ, ഒരു സാധാരണ അമ്മയാണ്. അപ്പൊ ആ സാധാരണക്കാരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ള ഒരു വീടാണ്. പിന്നെ അതിലപ്പുറം നമ്മൾ അതിൽ നിന്നും റിക്കവർ ആവണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം എന്ന് പറയുന്നിടത്തായിരിക്കാം പല വീടുകളിലും പല ദുരന്തങ്ങളും സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ദുരന്തത്തിൽ കൂടി ഞാനും മകളും യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു വല്ലാത്ത ഒരു ഫീലാണത്. നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു ബോണ്ടിങ് നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചാൽ
അല്ലെ നമ്മുടെ മകൾക്ക് അങ്ങനെ സംഭവിച്ചാൽ, അല്ലെ നമ്മൾക്കറിയാവുന്ന കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കാം? അപ്പൊ ആ ഒരു ഫീല്, ആ ഒരു ടെൻഷൻസ്, ഒരു വളർന്നു വരുന്ന പ്രായമാകുന്ന ഒരു മകൾ ഒറ്റയ്ക്കല്ല വീട്ടിലുള്ള, അല്ലെ പണിക്ക് പോകുമ്പോ മകൾ ഒറ്റയ്ക്കാണല്ലോ വീട്ടിൽ എന്നുള്ള ആ എല്ലാ ദുഃഖങ്ങളും ടെൻഷൻസും അനുഭവിച്ചിട്ടുള്ള ഒരു അമ്മയാണ് ഞാൻ ഇതിനകത്ത്. ഇതിലെന്തെങ്കിലും രസകരമായ ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഷൂട്ടിങ്, അതായത് നിങ്ങൾ ഷൂട്ടിങ് ഒരുപാട് കാലം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങക്ക് ദൈവമേ ചളിപ്പ് വന്നൊരു നിമിഷമോ അങ്ങനെ എന്തെങ്കിലും ചിരിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഷൂട്ട് ചെയ്തതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ളതായിരുന്നു. മാറ്റർ ആണ്. പിന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, അതിന്റെ മാനസികമായിട്ടുള്ള നല്ല ടെൻഷൻസ്, പിന്നെ ലയമാണ്, നമ്മുടെ തേയിലത്തോട്ടമാണ്. അപ്പൊ അവിടുത്തെ കുറെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഷൂട്ടിങ് പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ല, അപ്പൊ ഇങ്ങനെയുള്ള ടെൻഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ഞങ്ങളുടെ ഇപ്പൊ വീട്ടിലെ സംഭവങ്ങളാണെങ്കിലും തേയിലത്തോട്ടിലെ സീനാണെങ്കിലും അല്ലാതെ വരുന്ന ചില സീനുകളിലും എല്ലാം കുറച്ച് ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് അത്രയ്ക്ക് ഭയങ്കര ഒരു കോമഡി രീതിയിലോ അല്ലെങ്കിൽ മറക്കാൻ പറ്റുന്നതോ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. സ്ട്രെസ് ആയിട്ട് വന്നിട്ടില്ല. ഈ ക്യാരക്ടർ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, കാരണം കോരിച്ചൊരിയുന്ന മഴ. നിങ്ങൾ മഴയൊക്കെ ഇതിനകത്ത് ഒറിജിനൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തെന്ന് കേട്ടാ? മഴയൊക്കെ ഇതിനു വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്ത്, അത് മഴ നിങ്ങൾ ഇതിന് ഉപയോഗിച്ചു അല്ലേ? അതെ അതെ അതെ. മഴയൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ഒറിജിനൽ മഴയൊക്കെ തന്ന്, അതൊക്കെ ഒരു വളരെ നല്ലൊരു സംഭവമാണ്. നമ്മൾ ഈ ആടുജീവിതത്തിലൊക്കെ പറഞ്ഞ പോലെ അവിടെ ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ അത് റിയൽ ആയിട്ടുള്ള ഇത് തന്നെ എടുത്തെന്ന് പറഞ്ഞ പോലെ നമ്മുടെ സിനിമയിൽ നമ്മളും എടുത്തിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള മഴ. അത്രേ ഉള്ളൂ അല്ലെ? പിന്നെ സാർ ഇതിനകത്തൊരു പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് കേട്ടായിരുന്നു. പാട്ടിൽ മാത്രമല്ല എന്തോ ഒരു ക്യാരക്ടർ റോൾ ഉണ്ടല്ലേ? പാട്ട് പാടിയിട്ടുണ്ട്, അതും കേട്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലാതെ ഞങ്ങളൊരു എമോഷണൽ പാട്ട് വേണമെന്ന് പറഞ്ഞേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോ അതൊരു നാടൻ പാട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഇതാരെ കൊണ്ട് പാടിപ്പിക്കും എന്നുള്ളതായിരുന്നു എല്ലാവർക്കും. ഒരു നാടൻ പാട്ടല്ലേ, ഇതാരെ കൊണ്ട് പാടിപ്പിക്കും എന്നുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പാടി നോക്കട്ടെ. സാറ് തന്നെയാണ് പറഞ്ഞത് ഞാൻ പാടി നോക്കാം. ഞാനത് പാടി നോക്കട്ടെ, കൊള്ളാവോ? ഞാനൊരു 3-4 വരി പാടിയപ്പോ വലിയ കുഴപ്പമില്ല എന്നുള്ള, ചിലർക്ക് അഭിപ്രായം നല്ലതാണെന്നും ചിലർക്ക് പോരാന്നുള്ള അഭിപ്രായം. അങ്ങനെ ഒരു ദിവസം സ്റ്റുഡിയോയിൽ പോയി പാടി നോക്കാം. ഞാൻ പാട്ട് പഠിക്കാതെ പോയി. കഴിഞ്ഞപ്പോ പാടി കുളമായി. അപ്പൊ വൈഫൊക്കെ എന്ത് പറഞ്ഞായിരുന്നു? നമുക്ക് പറ്റിയ പണിയല്ല. അല്ല, എന്നിട്ടും ഇത് തന്നെ ചെയ്യണം എന്ന് വന്നത് എങ്ങനെ? ആരെ ഇൻസ്പിറേഷൻ തന്നത് കൂടുതലായിട്ട് ഞാൻ ഇത് ചെയ്യണം എന്നുള്ളത്? റിയാസ് എന്നോട് പറഞ്ഞ ചേട്ടാ സാറേ നമുക്ക് നോക്കിയാലോ. ഇതിന്റെ ഡയറക്ടറോടെ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം. ചേട്ടൻ പഠിച്ചില്ലല്ലോ, പാട്ട് പഠിച്ചിട്ടില്ല, ഈ പാട്ട് പഠിച്ചില്ല, നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് പഠിച്ചിട്ട് ഒന്നും കൂടി സാർ വന്നല്ലേ? പഠിച്ചിട്ട് ഞങ്ങള് വീണ്ടും ചെയ്തു. ശരിയായി. അപ്പൊ ആദ്യം വൈഫിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇപ്പൊ വീട്ടിലേക്ക് ചെന്നിട്ട് വൈഫ് ഈ ഒരു പാട്ടിന്റെ കാര്യം കേട്ടിട്ട് എന്താ പറഞ്ഞേ? നിങ്ങളെ കൊണ്ട് പറ്റില്ല മനുഷ്യ എന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ല. അറിയുന്നത്. അപ്പൊ ലാസ്റ്റ് കേട്ടപ്പോ എന്താ പറഞ്ഞത്? പാട്ട് കേട്ടിട്ട് എന്താ പറഞ്ഞേ? വീട്ടില് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ പാട്ടിന്റെ ഒരു 2 വരി ഇപ്പൊ പാടാൻ പറ്റുമോ? കുഴപ്പമില്ല, ഒരു 2 വരി സാറിനെ കൊണ്ട് പറ്റും. 2 വരി പാടാൻ എന്താ പാടും? എനിക്കെന്തമ്മോ അമ്മച്ചിയെ എനിക്കെന്തമ്മോ, എനിക്കെന്തമ്മോ അമ്മച്ചിയെ എനിക്കെന്തമ്മോ, എനിക്കെന്തമ്മോ വയറ് കത്തിപ്പുകയിണന്തമ്മോ, കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വലയിണന്തമ്മോ, അമ്മച്ചിയെ വലയിണന്തമ്മോ, എനിക്കെന്തമ്മോ
അമ്മച്ചി എനിക്കെന്തമ്മോ. അതാണ് ആ ഒരു പാട്ടിന്റെ. എന്തായാലും സാർ നല്ല നല്ല രസമുണ്ട്. എല്ലാവർക്കും നമുക്കൊരു ആ പാട്ട് ഇമ്പമുള്ള പാട്ടാണ്. ശരിക്കും ഒരു നാടൻ പശ്ചാത്തലത്തിലാണ്. നമുക്ക് ആ പാട്ടിലേക്ക് എത്തിയ സാഹചര്യം എങ്ങനെയായിരുന്നു അപ്പൊ? ആ പാട്ട് വേറെ ശബ്ദം വേണമെന്ന് വിചാരിച്ചു. അതിന്റെ ഒരു പശ്ചാത്തലം ഇതിനകത്ത് ഉണ്ടായ പാട്ടാണോ അതോ എക്സ്ട്രാ ആഡ് ചെയ്താണോ? പ്രൊമോഷന് പ്ലാൻ ചെയ്തത് നമ്മൾ പശ്ചാത്തലം ഷാപ്പാക്കി ഷാപ്പിലേക്ക് ഷൂട്ട് ചെയ്തു. നന്നായി. നന്നായിട്ടുണ്ട്. അപ്പോ ഈ മോളി ചേച്ചി ഇല്ലേ, കണ്ണമാലി മോളി ചേച്ചിയുടെ ഒക്കെ അഭിനയം ഈ പാട്ടില് നിങ്ങൾ ഉണ്ടായിരുന്നു ആ രംഗങ്ങളിലെ? ഇല്ല, ഞാൻ എനിക്ക് തോന്നുന്നു ഇവരാരും ഇല്ലായിരുന്നു അല്ലെ. അപ്പൊ ചേച്ചിക്ക് കുറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചേച്ചി നല്ല രീതിയിൽ, ഞാൻ അതിന്റെ ആ പാട്ട് കണ്ടായിരുന്നു, സാർ വഴി പാട്ട് കണ്ടപ്പോ ഒരു 2 കള്ളും കുപ്പിയൊക്കെ ആയിട്ട് ചേച്ചി ഇങ്ങനെ വരണ കാണാനായിട്ടൊരു, നമ്മൾ കുറെ കാലമായിട്ട് ചേച്ചിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എനർജറ്റിക് ആയിട്ട് തിരിച്ചു വന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഈ സിനിമയിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം എനർജറ്റിക് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കഥ എന്താണ്? ചേച്ചി എത്താനായിട്ടുള്ള ഒരു കാരണം ചേച്ചി തന്നെ വേണമെന്നും? അല്ലാതെ ഈ പാട്ടിനെ ബേസ് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ എനിക്കെന്റെ അമ്മോ എന്നുള്ള ഒരു പാട്ടാണ്, അമ്മയെ പറ്റിയാണ്. അപ്പൊ ഞങ്ങൾ നോക്കുന്ന എനിക്ക് പ്രായമുള്ള ഒരാൾ വേണം. അങ്ങനെയാണ് ചേച്ചിയെ വിളിക്കുന്നത്. ചേച്ചി ആദ്യമൊക്കെ പറഞ്ഞ് എനിക്ക് വയ്യ, എനിക്ക് പ്രശ്നമുണ്ട്, പ്രോബ്ലം ആണ്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ചേച്ചി വെറുതെ പറഞ്ഞു നിന്നാല്. പക്ഷെ ചേച്ചി പാട്ട് തുടങ്ങി ഇത് എനർജി മാറിയല്ലേ, ആളെ മാറിയിട്ട് ഭയങ്കര അത് കാണാൻ പറയാ. അതാണ് ഈ ക്യാമറ ഓൺ ആവുമ്പോ ഒരു ക്യാരക്ടറായി മാറും. അതെന്നാ പണ്ടും ഇപ്പൊ തിലകൻ സാറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ ആ സ്റ്റേജിൽ മരിച്ചു വീഴുന്നതാണ് ഞങ്ങളുടെ പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ പൊതുവെ ഉള്ളൊരു ഗുണം അതാണ്, അതായത് ജെനുവനായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ. കാരണം അവർക്ക് ചിലപ്പോ എത്ര വയ്യാന്ന് പറഞ്ഞാലും ശരി, അവരെ അവസാന ശ്വാസം വരെ അല്ലെ ഒരു സ്റ്റാർട്ട് അല്ല ആക്ഷൻ എന്ന് പറയുമ്പോഴേ എവിടുന്നൊക്കെയോ സിരകളിലൂടെ ഒരു സാധനം ഇങ്ങനെ പ്രയോഗിക്കും. ആ ഒരു മൂഡിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ മോളി ചേച്ചിയും അത്ര വയ്യെന്ന് പറഞ്ഞാലും ആ ആക്ഷൻ പറയുമ്പോ നമുക്ക് ഒരിക്കലും ചേച്ചി അതിൽ കാണാൻ പറ്റണ ചേച്ചിക്ക് ഒരു വയ്യായിക ഉണ്ടെന്നൊന്നും നമുക്ക് കാണാൻ പറ്റണ. ചേച്ചി ഫുൾ ഓണാണ്. ഞാൻ നോക്കുമ്പോ ക്യാമറ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോ ചേച്ചി 2 കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളി പോകുമ്പോ ഞാൻ വെച്ച് ദൈവം ഇതിന് മുമ്പ് എടുത്തതാണോ, ചേച്ചിക്ക് വയ്യായിക ഉള്ളതാണോ, നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പക്ഷെ അത് വളരെ ഒരു നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ശോഭിച്ച് പറഞ്ഞോളൂ സാർ. പറഞ്ഞത് ക്യാമറ ഓൺ ആയി കഴിഞ്ഞപ്പോ ചേച്ചിയുടെ ആക്റ്റീവ് ആയിരുന്നു, ഭയങ്കര അതിശയം വന്നു. കാരണം ഞങ്ങളോട് പറഞ്ഞ വരാൻ പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് പ്രത്യേകിച്ച് ഈ ഡാൻസും എന്ന് പറഞ്ഞ ചേച്ചി എല്ലാം പറഞ്ഞിട്ട് അവസാനം ചേച്ചിയുടെ ഒരു പെർഫോമൻസ് കണ്ടപ്പോ നമ്മളുടെ കണ്ണ് തന്നെ തള്ളിപ്പോയെന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഇടയ്ക്ക് സ്മോക്ക് വരുമ്പോൾ പുകയുടെ ഇങ്ങനെ ശ്വാസം മുട്ടൽ വരും, ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ തുടങ്ങും. ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂസിലേക്ക് അന്ന് ആ പാട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. സ്മോക്ക് ഉണ്ടായിരുന്നല്ലേ, സ്മോക്ക് ഉണ്ടായിട്ട് അതൊക്കെ അതിജീവിച്ചാണ് ചേച്ചി ചെയ്തത്. അതൊക്കെ ഒരു വലിയ. പിന്നെ ഇതിനകത്ത് തന്നെ മൺമറഞ്ഞു പോയ 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോ അവരെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? അവരുടെ ക്യാരക്ടർ എന്തായിരുന്നു ഇതിനകത്ത്? സീനുകളില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഒരു 3-5 സീനുകൾ. അതില് ചൂടമഞ്ചേട്ടൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ്. പിന്നെ പടനേൽ ചേട്ടന്റെ അതില് ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചായക്കടക്കാരൻ. അത് സിനിമയുടെ ഇവരുടെയൊക്കെ ഡബിങ് പൂർത്തീകരിച്ചായിരുന്നു. അത് ഡബിങ് വേറെ നേരത്തെ ചെയ്തായിരുന്നല്ലോ, കഴിഞ്ഞായിരുന്നു. ഓക്കെ. റിയാസ് ഇതിപ്പം ഒരു 6 വർഷത്തെ ഗ്യാപ്പില് മറ്റൊരു മമ്മൂട്ടിയാണ്. പിന്നെ തിരിച്ചു വീട്ടിൽ വരും പറയും ചേച്ചി അവിടെ മറ്റേ അതുണ്ട്, അവിടെ മുക്കലുണ്ട്, മൂളലുണ്ട്, പിന്നെ അമക്കലുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെയും പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തേച്ച് ഒരച്ച് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു മിസ്സിംഗ് കണ്ടില്ല ചേച്ചി, ഇന്നൊരു സ്ഥലത്ത് മിസ്സിംഗ് ഉണ്ട് ചേച്ചി എന്നൊരു ചേച്ചി നമ്മൾ തിരക്കിലാണ്. എന്നാലും സമയമാകുമ്പോ ചേച്ചി വിളിക്കും, ഞാൻ അവിടെ എപ്പോഴും വരണ്ടേ, തിരക്കാണോ ഒന്ന് പെട്ടെന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞാലും വളരെ സപ്പോർട്ട്. ഞാൻ അതൊക്കെ തിരക്കിന് വേണ്ടി ശരിക്കും തിരക്കുണ്ടാക്കുന്നതല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പം വർക്കുണ്ട്, ചിലപ്പം ഇപ്പൊ ഒരു പ്രമോഷൻ ഷൂട്ട് അതൊക്കെ ചിലപ്പം വളരെ മുൻകൂട്ടി ബുക്ക് പറയുന്നതായിരിക്കില്ല. അപ്പോഴായിരിക്കും വളരെ നേരത്തെ പറഞ്ഞിട്ടുള്ള വർക്കുകൾ നമുക്ക്
ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമോ ദൈവമേ. അപ്പൊ ഞാൻ റിയാസ് എന്നതിലുപരി ഞാൻ മധുചേട്ടനെയാ കാണുന്നത് കേട്ടോ. ദൈവമേ മധുചേട്ടന്റെ വർക്ക് അവര് പ്രമോഷന് വിളിച്ചിട്ട് ഇപ്പൊ ഇന്നും ഞാൻ കുറച്ച് ദൂരെയായിരുന്നു, സുഖമില്ലാഞ്ഞിട്ട് അത് ഇന്നും കൂടി ഉള്ളൂ ആ ഡോക്ടർ. പിന്നെ ഡോക്ടറിന് ജൂലൈ 1 തിരിച്ചു വരുള്ളൂ. അപ്പൊ ഇന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ഇനി 1 മന്ത് കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഈ പാഞ്ഞുകുത്തി ഈ വന്നിട്ട് ഞാൻ മഴച്ചേട്ടനെ വിളിച്ചു. മഴച്ചേട്ടൻ ഒരു 15 മിനിറ്റ്, കാരണം ഓടി വന്ന് ഞാൻ ഒന്ന് കുളിച്ചു വീട്ടില്. ഞാനാണെങ്കിൽ കുറച്ചധികം നേരം ഇരുത്തിയല്ലേ. ചേട്ടനെ ഞാൻ ഇപ്പൊ എത്തിട്ടോന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഓടി വന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഏതൊരു പടമാണെങ്കിലും അതിന്റെ ഒരു ഉയർച്ചയും അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസും അതിന്റെ പുറകെ നടന്ന് കഷ്ടപ്പെടുന്ന ആൾക്ക്, അപ്പൊ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ചേട്ടന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഡയറക്റ്റ് ചെയ്യുമ്പോൾ റിയാസിന് പുള്ളിക്കുണ്ട് പ്രശ്നങ്ങൾ. ഇതിൽ നിന്നൊക്കെ മാറി ഇതൊരു സക്സസ് എന്നുള്ള ഒരു ഭാഗത്തേക്ക് വരുമ്പോഴായിരിക്കും ഇതിലെല്ലാവർക്കും ഒരു ദീർഘനിശ്വാസം. ചേച്ചിക്ക് ഇതൊരു സിനിമയായിട്ട് 7-ാം തീയതി വരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഇത്രയും കാലത്തെ കഷ്ടപ്പാട്? അതായത് ഇവര് രണ്ടുപേരും പുതുമുഖങ്ങളാണല്ലോ. അപ്പൊ ഇവരുടെ ഒരു കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നായികയായിട്ട് ഇതിനകത്താണല്ലോ. അപ്പൊ പ്രണയതീർത്ഥം അതെങ്ങനെയായിരുന്നു? മെയിൻ ക്യാരക്ടറായിട്ടായിരുന്നല്ലോ. ഇവര് ഇപ്പൊ എല്ലാം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പടങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട്. അല്ല, ഇത് വ്യത്യസ്തമാണോ ആ ന്യൂ ജനറേഷൻ പടത്തിൽ നിന്നും? എനിക്ക് തോന്നിയത് ഒരു ഗ്രാമ പശ്ചാത്തലമാണ് ഇതിനകത്ത് മൊത്തം കാണിക്കുന്നത്. അതായത് കുറച്ച് നാട്ടുമ്പുറവും നമ്മൾ 90s കിഡ്സ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ജനറേഷന് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ? ടപ്പല്ല, പടാപ്പട്ടല്ല, ഇതൊരു ഫാമിലി സബ്ജക്റ്റ് ആണ്. എന്നാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങള് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ അറിയാൻ ചോദിക്കട്ടെ, ശോഭിച്ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഹസ്ബൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എന്റെ ഹസ്ബൻഡ് അടിപൊളി ഹസ്ബൻഡ്, ഓഡിയോ അടിക്കുന്നല്ലേ? ഭർത്താവിനെ കിട്ടാൻ ഞാൻ പിന്നെ ശോഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ അവിടുന്നും വെളിയിൽ നിന്നും ഒക്കെയുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് ജീവൻ കൊടുക്കുന്നത് ശോഭയല്ലേ. അത്രയും വലിയൊരു മഹാനായ അച്ഛന്റെ മകനല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ പോസിറ്റിവിറ്റിയും ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം. അല്ല, ഈ നെഗറ്റീവ് ഷെയ്ഡ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ ശോഭിച്ചേട്ടൻ. അപ്പൊ അതിനകത്ത് പേടിച്ച രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ ഒരാള് പേടിച്ച രംഗമൊക്കെ ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കേറി ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് 3 പേരും കൂടുതൽ സീനും ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഞാനും ശോഭിച്ചേട്ടനുമായിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ അതിലായിരുന്നു എനിക്ക് കൂടുതലും പേടി വന്നത്. അല്ലാതെ ശിവചേച്ചിയായിട്ടും എനിക്ക് ശിവചേച്ചി ഓൾറെഡി ഇതില് നമുക്ക് അത്രയും ഇതില്ല. കാരണം നമ്മൾ എന്താണെങ്കിലും എതിർക്കും. നമ്മളെന്താണെങ്കിലും എന്റെ അമ്മയല്ലേ, അമ്മയായോണ്ട് ഒരു എതിർക്കും. അപ്പൊ അത് നമ്മള് ഇത് വരും. പക്ഷെ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ശരിക്കും വന്നാൽ സാധാരണ ക്യാരക്ടേഴ്സിനെക്കാട്ടിലും ഏറ്റവും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടും അതുപോലെ അഭിനയിക്കാൻ സ്കോപ്പ് ഉള്ളതും നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. അത് സ്ത്രീകൾക്കാണെങ്കിലും അതിപ്പോ ഒരു ഹീറോയിൻ ആണെങ്കിൽ പോലും ഒരു ഹീറോയിനായിട്ട് നിൽക്കാം. പക്ഷെ ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരു വില്ലത്തിക്കാണെങ്കിൽ ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. അതുപോലെ ശോഭിക്കും അതിനകത്ത് കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കരടി രാഘവൻ അല്ലേ, അതല്ലായിരുന്നു. അപ്പൊ ആ ഒരു മിനിറ്റ് ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. അപ്പൊ ഈ കരടി രാഘവനിലേക്ക് എത്താനുള്ള ഒരു ഇതെന്തായിരുന്നു? ശോഭിച്ചേട്ടൻ ചെയ്യണം എന്ന് ഒരു ഇതുണ്ടായിരുന്നു. അത് ആരായിരുന്നു പ്ലേസ് ചെയ്ത് വെച്ചിരുന്നെന്നാണ്? കരടി രാഘവൻ എന്നത് ശോഭിച്ചേട്ടനല്ലായിരുന്നു ആദ്യം. അതാരായിരുന്നു പ്ലാൻ ചെയ്ത? ആരായിരുന്നു? അനിൽ മുരളി ചേട്ടനായിരുന്നു മരിച്ചുപോയി. കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു വരാമെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഒരു അസൗകര്യം കാരണം അന്ന് വരാൻ പറ്റില്ല. ഞാൻ ഷൂട്ടിന് നടന്ന സമയത്ത് ഞാൻ മത്സരമാണ് ശോഭിച്ചേട്ടനെ വിളിച്ചിട്ട് ഇതിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയത്. അങ്ങനെ ഒന്നും ശരിക്കും കഥ എഴുതിയതിനേക്കാൾ അപ്പുറം അഭിനയിച്ചു ജീവിച്ചു ശരിക്കും പറഞ്ഞാൽ. കരടി രാഘവൻ നന്നായിട്ട് ചെയ്തത് കാണുമ്പോൾ തന്നെ ഒരു വളരെ റൂഡായിട്ട് ഭയങ്കര പുള്ളിയുടെ ഫസ്റ്റ് പോസ്റ്റർ ആയാലും ഒരു കുറ്റിപീടിയൊക്കെ വലിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ നമുക്ക് ഏകദേശം കണ്ടറിയാം ഇവന് ഇത്തിരി പെശക അതില് എന്നൊരു തോന്നല് നമുക്ക് എന്തായാലും വരും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്.
പിന്നെ നമ്മുടെ അരിസ്റ്റോ ചേട്ടൻ എന്താണ് ത്രൂ ഔട്ട് ഇതിനകത്തേക്ക് ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് സാർ? എല്ലാ സീനുകളിലും മിക്ക കുറെ സീനുകളും അവസാനം വരെ ഉണ്ട്. ഒരു പുള്ളി ഒരു കണ്ടക്ടർ അല്ലേ, കണ്ടക്ടറായിട്ട്. അരിസ്റ്റോ ചേട്ടൻ ജീവിക്കുമായിരുന്നല്ലേ അതിനകത്ത്? പുള്ളിക്കാരൻ ഫുൾ ടൈം ഓണാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോരുത്തരും അവരവരുടേതായ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാരും പൊതുവെ നമ്മൾ സിനിമ ചെയ്യുമ്പോ നമ്മളിപ്പോ ഏതൊരു വ്യക്തികളാണെങ്കിലും ശരി, അവർക്ക് കിട്ടുന്ന ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതായത് അവരുടെ ഭാഗത്തുനിന്ന് 100% നീതി പുലർത്താൻ എല്ലാ ആർട്ടിസ്റ്റുകളും ശ്രമിക്കും. അത് ആ ഓരോ ക്യാരക്ടേഴ്സിനും കിട്ടിയ ആ റോൾസ് ക്യാരക്ടേഴ്സ് മാത്രമേ ഇവിടെ വ്യത്യാസമാകുന്നുള്ളൂ. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് ചെയ്യണം എന്ന് കരുതി തന്നെ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനകത്ത് മത്സരിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അമ്മുക്കുട്ടീനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അമ്മുക്കുട്ടി ഈ സീമ ചേച്ചിയിൽ നിന്ന് എന്താണ് കണ്ടുപഠിക്കാൻ പറ്റിയത്? സീമ ചേച്ചി എന്തെങ്കിലും ഒരു ഉപദേശം തന്നിട്ടുണ്ടാവില്ല? ഇവിടെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ. എന്താണ് ഉപദേശം തന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മോളെ നിനക്ക് നന്നായിരിക്കും, നിന്റെ ഭാവിയിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ, നമ്മളെ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിന്റെ മിസ്റ്റേക്ക് ഇതാണ് മോളെ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏത് മിസ്റ്റേക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് ഞാൻ സീമ ചേച്ചിയോട് തന്നെ ചോദിക്കും. ഉണ്ടല്ലേ? അത് നമ്മളൊരു സീനിയർ ആക്ടേഴ്സിന്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇവര് നമ്മളെ കൂടുതലായിട്ട് നമുക്ക് അറിയില്ലെങ്കിലും ഇവര് നമ്മൾ ലീഡ് ചെയ്യും. മോളെ നീ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സീമ ചേച്ചിനെ പോലെയൊക്കെ ആക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഈ മെയ് വഴക്കവും എല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ എന്തായാലും ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ഒരു എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും അംശം? എനിക്ക് കുറെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ സീമ ചേച്ചി ആയാലും ശോഭിച്ചായിരുന്നായാലും എനിക്ക് കുറെ കാര്യങ്ങള് അവരിലൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി. ഈവൻ ആക്ടിങ്ങിനാണേലും എങ്ങനെ, കാരണം ഇവര് മെത്തേഡ് ആക്ടേഴ്സ്, ഇവര് എന്താ ആക്ഷൻ പറയുമ്പോ ഇവര് ക്യാരക്ടറോട്ടാവും, പിന്നെ പറയുമ്പോ പെട്ടെന്ന് ഇവര് സ്വിച്ച് ആവുന്നത്. അല്ല സീമ ചേച്ചിയുടെ അപ്പത്തെ അത് എങ്ങനെയായിരുന്നു സ്വിച്ച് ആവുമ്പോഴുള്ള ക്യാരക്ടർ എങ്ങനെയാ? ഇത് ഫോണിലാണല്ലേ ചേച്ചി? 2 ഫോണൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. 2 ഫോണിലും ഫുൾ ടൈം ഫോണാണ് ചെവിയിൽ. അതെന്താണ് ഒരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വേണമെന്നല്ലാണ്ട് കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടുള്ള തിരക്കല്ലാതെ വർക്കിന് വേണ്ടി ആൾക്കാർ വിളിക്കുന്ന തിരക്കല്ല. അതും ഒരു തലവേദനയായിട്ട് മാറുന്നുണ്ടല്ലോ ഈയിടെയായിട്ട്. തലവേദന തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ വിടുതലിന് വേണ്ടി ശ്രമിക്കുമ്പോഴും വീണ്ടും എന്തെങ്കിലുമൊക്കെ നമുക്കറിയാവുന്ന, നമുക്ക് ഏറ്റവും അടുത്തവർ വീണ്ടും എന്തെങ്കിലും ആപത്തിൽപ്പെട്ടു എന്നറിയുമ്പോൾ വീണ്ടും എവിടെ വെച്ച് മാറാൻ തീരുമാനിച്ചോ അവിടുന്ന് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഫോൺ വിളികളൊക്കെ ഇപ്പം റിയാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോ വേഗം എടുത്ത് പക്ഷെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് 100 150 കോള് വന്നാലും എന്റെ ക്യാരക്ടർ, എനിക്കൊരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ക്യാരക്ടർ ഇടുമ്പോ അതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ സ്വന്തം അതാണ്. പറഞ്ഞു കൊടുത്താൽ അത് നമ്മളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ചേച്ചി അപ്പൊ തന്നെ ഒരു ലൈൻ പിടിക്കും. നമ്മളെ തന്നെ അത് വീണ്ടും റീടേക്കിന്റെ ആവശ്യം പറ്റില്ല. പിന്നെ വീണ്ടും എടുക്കേണ്ടി വരുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വീണ്ടും എടുക്കും. നന്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. വെരി ലക്കി. ചേച്ചിനെ കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും, ശോഭിച്ചേട്ടനായാലും ഇവർ രണ്ടുപേരും ലീഡ് നിൽക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ. ഞാൻ ചേച്ചിയുടെ ഫോണിന്റെ കാര്യത്തിലേക്ക് ഒന്നുകൂടി വരാം. ഈ ഫോൺ ഇങ്ങനെ വന്നിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചീത്ത പറയലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെ അവർക്ക് അറിയാല്ലേ ചേച്ചിയുടെ ഈ തിരക്കുകളെ കുറിച്ച് ഏകദേശം അറിയാം? മരിച്ചുപോയ ഡയറക്ടർ ആദിത്യൻ സാറിന്റെ വാനമ്പാടി സീരിയലിന്റെ ഒക്കെ ഡയറക്ടർ കുറച്ച് 17 മാസമേ മരിച്ചിട്ട്. ശരണ്യയുടെ കേസ് നടക്കുന്ന സമയത്ത് ശരണ്യയുടെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഞങ്ങള് മണ്ഡപത്തിൻ കടവ്, കാട്ടാക്കട മണ്ഡപത്തിൻ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഷൂട്ട്. അപ്പൊ വെച്ചുകഴിഞ്ഞാല് ഈ വീഡിയോ വന്നു, സൂരജ് പാലക്കാരനാണ് വീഡിയോ ചെയ്തത്. അപ്പൊ വീഡിയോ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് പേർക്ക് എന്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചെവിക്കരം കണ്ടിന്യൂസ്. സാറ് ആക്ഷൻ പറയുമ്പോ
ഞാൻ അഭിനയിക്കും, കട്ട് പറയുമ്പോ ഞാൻ ഫോൺ കൊടുത്തോണ്ട് ഓടും. അവസാനം ഒരു ദിവസം സാറ് പറഞ്ഞു, പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഒരാളുടെ ജീവന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ വേറൊരു ലെവലിലുള്ള ഫോൺ കോൾ ആയിരുന്നില്ല എന്റെ. അപ്പൊ സാറ് പറഞ്ഞു, സീമാജി എന്നാ പുള്ളി വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ പറയും, സീമാജി എല്ലാം ശരിയാണ്, പക്ഷെ ഹെൽത്ത് നോക്കണം, ചെവി നോക്കണം. കാരണം കണ്ടിന്യൂസ്, കാരണം അവസാനം ഈ ഫോണും പഴുക്കും, നമ്മുടെ ചെവിയും പഴുക്കും. എനിക്ക് എന്റെ ഈ ഫോൺ കോളിൽ ഒരു ഡയറക്ടേഴ്സും എന്നെ ചീത്ത പറയുകയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം ഏകദേശം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താന്ന്. എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഫോണിന്റെ പേരും പറഞ്ഞിട്ട് വർക്ക് സ്ലോ ആവുകയോ അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. വിളിക്കുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്ന് വിളിക്കുമ്പോൾ അയ്യോ ഞാൻ ഈ ഫോണിൽ സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരിക്കലും ഒരിടം ഞാൻ കൊടുത്തിട്ടില്ല. ചേച്ചി, ഈ ഒരു കോയിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്ന പോലെ ചേച്ചി ഇപ്പൊ ഈ നന്മയായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, അതായത് ചാരിറ്റി ചെയ്യുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതിന്റെ പുറകിൽ തന്നെ കുറെ കുത്തുവാക്കുകൾ, ഇപ്പൊ തന്നെ ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലായാലും അടിയിൽ വന്ന് ഒരുപാട് പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കുത്തുവാക്കുകളും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അപ്പൊ തന്നെ വിചാരിക്കും ഒരെണ്ണം കൂടി കിട്ടാനുണ്ട് എന്നുള്ള ഒരു സംഭവം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ നല്ലത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചീത്തതും കൂടി കിട്ടുന്നുണ്ടോ ചേച്ചിക്ക്? ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, സത്യമുണ്ട്, കള്ളമുണ്ട്, നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ട്, അല്ലേ? അപ്പൊ ഞാൻ ചെയ്യുന്നതെല്ലാം ലോകത്തുള്ളവരെല്ലാരും പ്രശംസിച്ചിട്ട് എല്ലാവരും അയ്യോ നല്ലയാള് നല്ല കുട്ടി എന്ന് പറയണമെന്നില്ല. ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവ് വരുമ്പോഴാണ് നമുക്ക് കണ്ണ് കിട്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ്സിനെ ഞാൻ നെഗറ്റീവ്സ് ഉള്ള ആൾക്കാരോട് എന്താ പറയാ ചേച്ചിക്ക്? ഇതിലൂടെ എന്തെങ്കിലും പറയാം? ഇത് കേട്ടോ, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇതായിട്ട് വരും, കട്ടായിട്ട് വരും. അല്ലല്ല, പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല. ഇനി എന്ത് നിങ്ങളെ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഇനി എന്ത് നെഗറ്റീവ് പറഞ്ഞാലും എന്തൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. 1, 2, 10 പേര് നെഗറ്റീവ് പറഞ്ഞാലും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം, അത് മറ്റുള്ളവരും വിശ്വസിക്കുന്നിടത്തോളം കാലം ആരെന്നെ പറഞ്ഞാലും എനിക്ക് അത്രേ ഉള്ളൂ. എന്തായാലും ചേച്ചി നല്ല കാര്യം ചെയ്യുന്നതിന് എന്തായാലും ദൈവം എന്ന് പറയുന്ന ഒരാള് മുകളിലിരുന്ന് എല്ലാത്തിനും കാണുന്നുണ്ട്. അല്ല, എല്ലാത്തിനും ഇപ്പൊ നമ്മളുടെ എന്ത് കാര്യത്തിനായാലും മുകളിലിരുന്ന ആള് നമുക്കുള്ള എല്ലാത്തിനും എഴുതി വെക്കുന്നുണ്ട്. കണക്ക് പുസ്തകത്തില് നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ എഴുതി വെക്കുന്നുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ എല്ലാം നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോ പിന്നെ എന്താണ്, നമുക്ക് ഡയറക്ടറിലേക്ക് ഒന്നും കൂടി പോവാം. എന്തായിരുന്നു ഈ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ വന്നപ്പോൾ, അതായത് ഈ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ആക്ടിങ്, ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നപ്പോൾ എങ്ങനെയാണ് റൈസ് എന്ന് പറയുന്ന ആള് ഇതൊരു എങ്ങനെ എടുത്തു, എങ്ങനെ ചെയ്യാൻ പറ്റി? ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഒരു തലവേദനയായിട്ട് തോന്നിയിരുന്നു. സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഒരു മാനസികാവസ്ഥ, അഭിനയിച്ചപ്പോൾ വേറൊരു മാനസികാവസ്ഥ, ഡയറക്ഷൻ ചെയ്തപ്പോൾ മറ്റൊരു അവസ്ഥ. പല അവസ്ഥകളിലൂടെ കടന്നുപോയി. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഒരു ടാസ്ക് തന്നെയാണ്. എന്തെങ്കിലും വിഷമിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന നിലയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ ഒരു ടീം വർക്ക് ആയിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു, ആക്ടേഴ്സും ടെക്നീഷ്യന്മാരും എല്ലാവരും ഒരേപോലെ തന്നെ കൂടെ നിന്ന് ഈ വർക്ക് തീർത്തു. സന്തോഷമാണ്. നമ്മള് ഇപ്പൊ ഒരു നിമിഷം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ഒന്ന് ഓർക്കുകയാണല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു പങ്ക്, നല്ലൊരു പങ്ക് അവസാന കാലത്തിൽ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയാൻ